ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാനിലേക്ക് സ്വാഗതം. മോഹൻലാലിന്റെ ബറോസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ദേവ എന്ന് പറഞ്ഞിട്ട് ഷാഹിദ് കപൂർ അഭിനയിക്കുന്ന പടം ജനുവരി 31 റിലീസ് ആകുക എന്നുള്ള ഒഫീഷ്യലായി അറിയിച്ചു. പിന്നെ ചാവ എന്ന് പറഞ്ഞിട്ടൊരു പടം വരുന്നുണ്ട്. ആ പടം ഡിസംബർ 6 എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പുഷ്പയുടെ കാരണം മാറ്റിച്ചെന്നുള്ളതും കേട്ടിരുന്നു. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഫെബ്രുവരി 14 2025 പടം റിലീസ് ആകുക എന്നുള്ളതാണ്. പിന്നെ ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞ പടത്തിലത്തെ യാത്ര പോലും എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറക്കി. പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇപ്പോൾ OTT സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ വിടുതലെ പാർട്ട് 2 എന്ന് പറഞ്ഞ പടത്തിലത്തെ പുറത്തേത് പോകും എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങി. പിന്നെ അതിന്റെ ജോക്ക് ബോക്സും പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ദേ കോൾ ഹിം മോജി എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ശ്രീയ റെഡ്ഡിയുടെ ബർത്ത്ഡേ വിഷയം പോസ്റ്റർ ഇറക്കി. പിന്നെ മുറ എന്ന് പറഞ്ഞ പടത്തിന് സക്സസ് ടീസർ പുറത്തിറങ്ങിയിരുന്നു. അത് 1 മില്യൺ+ വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ രാംചന്ദ്രന്റെ പടത്തിലത്തെ നാനാ ഹൈരാന എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പാട്ട്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ വലിയേട്ടൻ എന്ന് പറഞ്ഞ പടം നല്ല റിലീസിന് എത്തിയിരുന്നു. അപ്പോൾ അതിന്റെ കേരളത്തിലത്തെ തിയേറ്റർ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഞാൻ ഇന്നലെ പോയി കണ്ടാണ്. ഒരു ചെറിയ റിവ്യൂ പോലത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ താഴത്തെ ലിങ്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ സ്വീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ ദ മൂവി എന്ന് പറഞ്ഞിട്ടുള്ള ഉപേന്ദ്ര അഭിനയിക്കുന്ന പടം. ആ പടത്തിൻ്റെ വർണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഡിസംബർ 2 രാവിലെ 11:07 പുറത്തിറങ്ങുമെന്ന് അറിയിച്ചു. ഒരു ടീച്ചർ പോലത്തെ സംഭവം എല്ലായിരിക്കും, ഗ്ലിംസും ആയിട്ട് അതിന് വേറെ പേരിട്ട് വിളിക്കുന്നതാണ്. പിന്നെ അവറാച്ചൻ അതിൻ്റെ സൺസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം ബിജു മേനോൻ്റെ പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വേറെ കുറേ ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്. ശ്രീനാഥ് ബാസി, വിനയ് ഫോർട്ട്, ഗണപതി, ഗ്രേസ് ആൻ്റണി, അഖില ഭാർഗവൻ, പോളി വത്സൻ, അങ്ങനെ കുറേ ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്. തമ്പി എന്ന് പറഞ്ഞ ആളാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. കഥ എഴുതിയിട്ടുള്ള ജോസഫ് വിജീഷും തമ്പിയും കൂടി തന്നെയാണ്. പിന്നെ ബ്രദർ എന്ന് പറഞ്ഞ പടം OTT റിലീസ് ആയിരിക്കുകയാണ് ZEE5 നവംബർ 29. പിന്നെ L2 എമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു ലൊക്കേഷൻ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പിന്നെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ പടത്തിലത്തെ ദർശന രാജേന്ദ്രൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. കുഞ്ഞുമോൾ എന്നാണ് പടത്തിലത്തെ ആളുടെ പേര്. പിന്നെ സൂര്യ 44 എന്ന് പറഞ്ഞ പടത്തിൽ ശ്രീയാസനം ഒരു ഐറ്റം സോങ്ങിൽ ഉണ്ടാവും എന്നുള്ള പറഞ്ഞിരുന്നു. അതിപ്പോൾ കൺഫേം ആയ രീതിയിൽ കേൾക്കുന്നുണ്ട്. പിന്നെ കങ്കുവ എന്ന് പറഞ്ഞ പടം ഡിസംബർ 2nd വീക്കിലായിട്ട് OTT റിലീസ് ആവുന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആ പടം വലിയ ഡിസാസ്റ്ററായി. പിന്നെ ജൂനിയർ NTR പ്രശാന്ത് നീല കൂടി ഒന്നിക്കുന്ന പടം NTR നീൽ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ നായികയായി എത്തുന്ന രുക്മിണി വസന്ത എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ സിക്കന്ദർ എന്ന് പറഞ്ഞിട്ടുള്ള AR മുരുകദോസ് സൽമാൻ ഖാനെ വെച്ചെടുക്കുന്ന പടം. ആ പടം മാർച്ച് 26 2025 റിലീസ് ആവുന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിന്റെ മുമ്പ് ഷെഡ്യൂൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വിടാമുറിച്ച് എന്ന് പറഞ്ഞ പടത്തിന്റെ ടീച്ചർ വരും എന്ന് പറഞ്ഞിരുന്നു. രാത്രി 11:08 പുറത്തു വിട്ടിട്ടുള്ളത്. ഇവർക്ക് ഒരു അനൗൺസ്മെന്റും ഇല്ല, ഒരു ഒലക്കണം മൂടില്ല. രാജ്യത്തിന്റെ പടങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെയാണ് വരുന്നത്. എന്തായാലും ടീച്ചറത്തെ ഫ്രെയിമൊക്കെ കൊള്ളാം. ഒരു കുഴപ്പമില്ലാത്ത ടീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഈ പടം ഏതൊരു ഇംഗ്ലീഷ് പടത്തിന്റെ റീമേക്കാന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ടീച്ചറിൽ ഒരു ഒറ്റ ഡയലോഗ് പോലും കൊടുത്തിട്ടില്ല. ടീച്ചർ ഇപ്പോൾ എന്തായാലും 5 മില്യൺ+ വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൊങ്കലിനാണ് റിലീസ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ ആളുടെ പടം പൊങ്കലിന് റിലീസ് എത്തുന്നുള്ളതാണ് പറഞ്ഞു കേട്ടിരുന്നത്. ഈ രണ്ടും കൂടി ഒരുമിച്ച് ഇറക്കാൻ ചാൻസ് ഇല്ല. എന്തായാലും ഗുഡ് ബാഡ് അഗ്ലി നീങ്ങാനാണ് കൂടുതൽ ചാൻസ്. പിന്നെ ജയിലറിന്റെ 2ാം ഭാഗം വരും എന്നുള്ള പറഞ്ഞിരുന്നു. ജയിലർ 2 അതിന്റെ പേര് ഹുക്കും എന്നുള്ളതെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിരുന്നത്. എന്തായാലും ആ ജയിലർ 2 എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊമോയുടെ ഷൂട്ട് നടക്കാൻ പോവാണ് ഈ ഡിസംബർ 5 അല്ലെങ്കിൽ 4 ആയിട്ട്. എന്തായാലും ആ പ്രൊമോ ഡിസംബർ 12 എന്ന് വെച്ചാൽ രജനീകാന്തിന്റെ ബർത്ത്ഡേക്ക് പുറത്തു വിടുന്നുള്ളതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം. പിന്നെ ദുൽഖർ സൽമാനും നഹാസ് ഹിദായത്ത് ഒന്നിക്കുന്ന പടം. ആ പടത്തിന്റെ ഷൂട്ടിംഗ് ഫെബ്രുവരി 1st വീക്കിൽ തുടങ്ങുന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ പടത്തിന്റെ ലൊക്കേഷനായി പറഞ്ഞു കേൾക്കുന്നത് ഹൈദരാബാദ്, ഗോവ, ഗുജറാത്ത്, കേരള ഈ 4 സ്ഥലങ്ങളാണ്. എന്തായാലും ഗംഭീരമായി വരട്ടെ. പിന്നെ പുഷ്പ 2 The Rule എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊമോഷൻ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്ദി കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു ഫോട്ടോ കിട്ടി ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മുംബൈയിലത്തെ ഇതിന്റെ പ്രൊമോഷൻ ഞാൻ 2 മണിക്ക് നടന്നിരുന്നു. ആൾ മുംബൈക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഫോട്ടോസൊക്കെ പുറത്തു വന്നിരുന്നു. പിന്നെ മുംബൈയിൽ എത്തിയതിനു ശേഷം താങ്ക്സ് മുംബൈ എന്നുള്ള രീതിയിൽ വേറെ ഒന്ന് പുറത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാൻ രണ്ടും. പിന്നെ പടത്തിന്റെ IMAX പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതാണ് പോസ്റ്റർ. അസല് തగ్గതല്ലേ എന്ന് പറയുന്ന പോലെ ഉണ്ട്. കണ്ടിട്ട് 2 കൈയുണ്ടും താടി തടവുണ്ട്. എന്തായാലും ഇതിൽ അല്ലു അർജുന്റെ പ്രതിഫലമായി പറഞ്ഞു കേൾക്കുന്നത് 300 കോടി എന്നുള്ളതാണ്. അതേമാതിരി ഫഹദ് ഫാസിലിന്റെ പ്രതിഫലമായി കേൾക്കുന്നത് 8 കോടി എന്നുള്ളതാണ്. പിന്നെ പടത്തിന് യുബാറിയ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഒരു കയ്യിൽ തോക്കും. പിന്നെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ സിഗരറ്റും അല്ലെങ്കിൽ പൈപ്പ് ബീഡി എന്ന് പറയാം. പിന്നെ പടത്തിന് സെൻസറിങ് കഴിഞ്ഞിട്ട് പടത്തിന് 3 മണിക്കൂറും 20 മിനിറ്റും 38 സെക്കൻഡ് എന്നുള്ളതാണ് കേൾക്കുന്നത് ഒഫീഷ്യലായിട്ട്. എന്തായാലും അതിൽ വലിയ കട്ടിംഗ് ഒന്നും നടന്നിട്ടില്ല. ആ കൂടിയിട്ട് ഏതോ ക്ലൈമാക്സ് പാർട്ടിലുള്ള ഇതാന്ന് തോന്നുന്നുണ്ട്. വില്ലന്റെ കയ്യേറ്റം മുറിക്കുന്ന രീതിയിൽ അങ്ങനെ എന്തോ ഉണ്ട്. അതും ഡിലീറ്റ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഒറ്റ സെക്കൻഡിന്. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ കൊച്ചിയിൽ വെച്ച് ഇതിന്റെ പ്രൊമോഷന് വേണ്ടി വന്നപ്പോൾ അല്ലു അർജുൻ മലയാളി ഫാൻസിന് വേണ്ടിയിട്ട് ഒരു സമ്മാനം നൽകിയിരുന്നു. ഒരു പാട്ട്. ആ പാട്ടിന്റെ തുടക്കം മലയാളം ലിറിക്സ് വെച്ചിട്ടാവും എന്നുള്ളതാണ് ആൾ പറഞ്ഞത്. അത് 6 ഭാഷയിൽ പാടാറുണ്ട്. 6 ഭാഷയിലും തുടക്കം മലയാളത്തിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അതാണ് നിങ്ങൾക്ക് തന്നെ ട്രീറ്റ് എന്നുള്ളതാണ് ആൾ പറഞ്ഞത്. പിന്നെ പുഷ്പ 1 ഡാൻസ് ഇല്ല എന്നുള്ള കുറേ ആൾക്കാർ പറഞ്ഞു. അപ്പോൾ 2 ഒരു പാട്ടിൽ ആൾ ഡാൻസ് കളിച്ചിട്ടുണ്ട് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് മലയാളം ലിറിക്സ് വെച്ച് തുടങ്ങുന്ന പാട്ടിന്റെ പേര് ഫീലിങ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ദിവനിൽ വെച്ചിട്ടാണ് അറിയിച്ചെങ്കിലും ഇതിന് ശേഷം അതിന്റെ ഒരു പ്രൊമോ പുറത്തു വിട്ടിട്ടുണ്ട്. വരും ഇപ്പോൾ യൂട്യൂബിലൊക്കെ കിട്ടും. ജസ്റ്റ് കേട്ട് നോക്കുക. നല്ല രസമായിട്ടാണ് തോന്നിയത്. എന്തായാലും പാട്ട് ഡിസംബർ 1 എന്ന് വെച്ചാൽ എന്നാണ് പുറത്തിറങ്ങുന്നത്. ടൈം എപ്പോഴാണെന്ന് അറിയിച്ചിട്ടില്ല. പിന്നെ പടത്തിന്റെ മൊത്തം വർക്ക് കഴിഞ്ഞിട്ട് ലോക്ക്ഡ് ആൻഡ് ലോഡഡ് അതിന്റെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ MMN മമ്മൂട്ടി, മോഹൻലാലും, മഹേഷ് നാരായണനും പടം. ആ പടത്തിന്റെ ഷൂട്ടിംഗ് 2nd ഷെഡ്യൂൾ ഡിസംബറിൽ ഈ ഷാർജയിൽ വെച്ച് നടക്കുന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറയാനല്ല വന്ന് ഇതിലത്തെ കഥ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീനിയർ കോപ്പ് എന്ന് വെച്ചാൽ മമ്മൂട്ടി ആയിരിക്കും മിക്കവാറും. അതേമാതിരി ഒരു മാഫിയ ഡോൺ. അത് മിക്കവാറും മോഹൻലാൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. മോഹൻലാൽ വില്ലാന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. പിന്നെ കള്ളൻ മിക്കവാറും ഫഹദ് ഫാസിലാവും കള്ളൻ തോന്നുന്നുണ്ട്. അതേമാതിരി ഒരു ഫോറൻസിക് ഡോക്ടറും
അത് കുഞ്ചാക്കോവനാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇവരെ കൂടി മാച്ച് ചെയ്തിട്ട് ഒരു രീതിയിലാക്കിയ ഞാനാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിൽ ആലോചിക്കാം. ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഇവരൊക്കെ കൂടിയിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പോകുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞ് കേൾക്കുന്നത്. പക്ഷേ ഈ മോഹൻലാൽ വില്ലെന്ന് പറയുമ്പോൾ അതിലെങ്ങനെ ഇവരെ കൂടിയിട്ട് സോൾവ് ചെയ്യാൻ പോകുക എന്നുള്ള അറിയില്ല. ചിലപ്പോൾ മാഫിയ ഡോൺ ആയ കാരണം അങ്ങനെ വില്ലെന്നുള്ള രീതിയിൽ പറഞ്ഞാണെന്ന് ഞാൻ അറിയില്ല. ഒക്കെ റൂമറായി കേൾക്കുന്നതാണ്. എന്തായാലും ആവട്ടെ. പടം വരാനും കുറേ ടൈമുണ്ട്. പുള്ളി എന്തായാലും ഒക്കെ അറിയും ടീച്ചറും ട്രെയിലറൊക്കെ വരുമ്പോൾ. അതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.